ഉണ്ണി പിറന്നു. ബെത്ലഹേമിൽ ഉണ്ണി പിറന്നു. കാലിത്തൊഴുത്തിൽ ഉണ്ണി പിറന്നു. അന്നൊരു നാൾ ഉണ്ണി പിറന്നു. നന്മകനെ പൊന്മകനെ മുത്തായവനെ തോതിയാനും തന്നേനും മുത്തായിരുന്നല്ലേ. ഇല്ലുമിനാന്തി പിറന്നല്ലോ പിറന്നല്ലോ. അടുത്തതായിട്ട് പശുവിന്റെ കൂടെ പിറന്നൽ. അടുത്തതായിട്ട് നമ്മുടെ ദുവൽ കൃഷ്ണൻ ക്രിസ്മസിനെ പറ്റി 2 വാക്ക് സംസാരിക്കും. ക്രിസ്മസിന് പുൽക്കുതിൽ യേശു എന്നായിരുന്നു. ക്രിസ്മസ് നമ്മുടെ ദേശോത്സവം. ക്രിസ്മസിന് എല്ലാവരും സദ്യ ഉണ്ടാക്കും. സദ്യ ഉണ്ടാക്കിയിട്ട് എല്ലാരും കഴിച്ചു ഉച്ചച്ച്. പിന്നെ ക്രിസ്മസിന്റെ അന്ന് രാത്രിയിലൊക്കെ പുലികളി വരും. പുലികളി വന്നിട്ട് രാവിലെ എല്ലാവരും അത്തപ്പൂക്കെ ഇടും. ക്രിസ്മസ് അപ്പൂപ്പിനെ നടുക്ക് കൊണ്ടുവെക്കും. ക്രിസ്മസ് അപ്പൂപ്പിനെ നടുക്ക് കൊണ്ടുവച്ച് കഴിയുമ്പോ പിന്നെ സദ്യ കഴിച്ചു, പായസമൊക്കെ വെച്ച് 2-3 വർഷം സദ്യ കഴിച്ചു അമ്മല്. സദ്യ കഴിച്ചിട്ട് ക്രിസ്മസ് യേശു ക്രിസ്തുവിനെ അത് കഴിഞ്ഞ് പഴിഞ്ഞു വരും നമ്മള് ഭൂമിക്ക് അടിയിലോട്ട്. അതോടുകൂടി ക്രിസ്മസ് കഴിഞ്ഞു. വളരെ നന്നായിട്ടുണ്ട്. ഹാപ്പി ഓണം. മോൻ അവിടെ പോയിരിക്കും. അടുത്തതായിട്ട് കൈസ് മുഹമ്മദ് ഒരു കരോൾ ഗാനം ആലപിക്കുന്നതാണ്. മക്കളിങ്ങ വാ. സ്വർണം കട്ടത് ആരപ്പ. പാട് കൂടെ പാട്. മാനേജരെ കാണും കണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ കടക്ക് പുറത്തെന്ന് പറഞ്ഞേനായിരുന്നു. വേണ്ട 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 വേണ്ട. അടുത്തതായിട്ട് കേക്ക് മുറി. ക്രിസ്മസിന്റെ പ്ലം കേക്കാണ്. സദ്യയും പായസം ഇല്ലയോ? അത് ഓണത്തിന്. പൈസ മേച്ചിട്ട് സദ്യ ഇല്ലയോ? ഇവരെന്തുവാടാ പറിച്ച് പറിച്ച് അവിടെ മക്കളെ. അപ്പൊ ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പൻ വന്നത് കണ്ടോ എല്ലാരും? ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അറിയാതെ ക്രിസ്മസ് അപ്പൂപ്പൻ വരും. ഈ ക്രിസ്മസിന് ക്രിസ്മസ് വരും. അപ്പൊ ഈ അവധി കഴിഞ്ഞ് വരുമ്പം നിങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് അപ്പൂപ്പൻ വന്ന് എന്തോ ഗിഫ്റ്റ് തന്നെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണേ. അതെ, ഇനി 10 ദിവസത്തേക്ക് അവധിയാ. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ വെളിയിൽ പോണ്ട്. എല്ലാരും 10 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി കേട്ടോ. ടീച്ചറെ അവധി കഴിഞ്ഞ് വരുമ്പോഴത്തേനെ ഈ കൊടയൊക്കെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ. തരും തരും. മഴ പെയ്ത തോന്നുമല്ലോ. കൃഷ്ണനെ വിളിച്ചാ മോനെ പിന്നെ വിളിക്കാം. എനിക്ക് ദോയ് കൃഷ്ണനെ വിളിച്ചോ. കാര്യം സംശയിക്കുന്നുണ്ട്. ദോയ് കൃഷ്ണനെ വിളി. ദോയ് കൃഷ്ണൻ വിളിക്കണോ? ദോയ് കൃഷ്ണനെ വിളി. ഹലോ ഹലോ, ദോയ് കൃഷ്ണ അച്ഛനാണോ? ദോയ് കൃഷ്ണനെ മോനെ വിളിക്കുന്നതാ. ഇതാ ക്രിസ്മസ് അപ്പൂപ്പൻ ഇവിടെ വന്നിട്ടില്ല. ഇവതേ വന്നിട്ടില്ലതാ. ഏതാ ഇവരെ വന്നില്ലതാ.
തീറ്റ നമ്മളെ പറ്റിയതാ. ടീച്ചറിന് നമുക്കൊരു പണി കൊടുക്കണം, നമ്മളെ പറ്റിച്ചേന്. തീറ്റ നിന്ന് നമുക്കത് പണി കൊടുക്കണം. സ്കൂളിൽ വരട്ടെ. പണി കൊക്കാതാ നമുക്ക് അയ്യോ മക്കളമാരെല്ലാം വെക്കേഷൻ കഴിഞ്ഞിങ്ങി വന്നോ? എന്താ പറ്റി? ഞങ്ങളൊക്കെ പനക്കോ എല്ലാരും എന്തിനാ പിണങ്ങിയിരിക്കുന്നേ? എന്താ കാര്യം? എന്താ പിണങ്ങാന്? പറ, ആരെങ്കിലും ഒരാളെങ്കിലും പറ. ക്രിസ്മസിന് ക്രിസ്മസ് അപ്പൂപ്പ വീട്ടിൽ വരുന്നു വന്നില്ലേ ഗിഫ്റ്റ് ആയിട്ട്? ഞങ്ങളുടെ വീട്ടിലൊന്നും ആരും വന്നില്ല. നിന്റെ വീട്ടിൽ വന്നോ? നിന്റെയോ? എന്തേയും വന്നില്ല. നിന്റെയോ? ആരെയും വീട്ടിൽ വന്നില്ല, പറ്റിച്ച്. അതാണോ പ്രശ്നം? മോന്റെ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് വല്ലതും കിട്ടിയായിരുന്നു? എന്താ മോനെ ഉറങ്ങാത്തെ? ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനെ നോക്കിയിരിക്കുക. ക്രിസ്മസ് അപ്പൂപ്പനെയോ? ക്രിസ്മസ് അപ്പൂപ്പൻ വരും ക്രിസ്മസിന്, അതിന് ഗിഫ്റ്റ് വരുമെന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞങ്ങനെ? ടീച്ചർ പറഞ്ഞല്ലോ ഗിഫ്റ്റ് കൊണ്ട് തരുമെന്ന്. അതൊക്കെ ഒരു കെട്ടുകളല്ലേ മോനെ? അല്ല, കെട്ടുകഥ അല്ല. ക്രിസ്മസ് അപ്പൂപ്പൻ വരും, ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടു തരും. എന്റെ മോനെ, പണ്ട് സെന്റ് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിനെയാണ് നമ്മൾ പിന്നീട് സാന്താക്ലോസ് എന്ന് വിളിച്ചത്. ഇല്ല, സാന്താക്ലോസ് വന്ന് ഗിഫ്റ്റ് മേടിച്ചത് ഞാൻ നോക്കത്തുള്ളൂ. ഉണ്ട് മക്കളെ, ഇപ്പൊ നീ കിടന്നുറങ്ങ്. നാളെ നമുക്ക് സാന്താക്ലോസിനെ നോക്കിയിരിക്കാം. ഇല്ല, സാന്താക്ലോസ് വരും. നീ ഉറങ്ങേ, നാളെ വരുമെന്ന്. സാന്താക്ലോസ് വരും. മോനെ, നീ ഒന്ന് ഉറങ്ങടാ. ഞാൻ വാങ്ങുന്നില്ല. അപ്പൊ വരട്ടെ, എന്നിട്ട് ഞാൻ പോകാം. ഗിഫ്റ്റ് അപ്പൊ കിട്ടിയില്ലയോ? ആർക്കും കിട്ടിയില്ലയോ? മോനെ, അച്ഛന്റെ വക ക്രിസ്മസിനുള്ള ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഇതെങ്ങനെയുണ്ട് മോൻ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? കൊള്ളോ? എന്തോ ഈ പറയുന്നേ? പക്ഷെ അത് ക്രിസ്മസ് അപ്പൂപ്പനല്ലല്ലോ തന്നെ. എന്നാലും ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് കിട്ടിയില്ലയോ? അപ്പൊ ആരാ നിങ്ങളുടെ ക്രിസ്മസ് അപ്പൂപ്പൻ? അച്ഛൻ. ചാച്ചൻ. അപ്പൊ 4 ക്രിസ്മസ് അപ്പൂപ്പ ഉണ്ടോ?